സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും വരുന്ന മണിക്കൂറിലും അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ 8 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല ഉരുൾപൊട്ടൽ, അതുപോലെ തന്നെ മിന്നൽ പ്രളയ സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലയിലാണ് അതീവ ജാഗ്രത നിർദ്ദേശമായ റെഡ് അലർട്ട് നിലവിലുള്ളത്. വടക്കൻ മലബാറിലും മധ്യ കേരളത്തിലും തുടർച്ചയായി പെയ്യുന്ന മഴ ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള 8 ജില്ലകളിലും അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടങ്ങളും ദുരന്ത നിവാരണ സേനകളും കടുത്ത ജാഗ്രതയിലാണ്. റെയ്ഡ് അലർട്ടിന് പുറമെ ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലവിൽ വന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനും നദികളിൽ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയരാനും സാധ്യത ഏറെയാണ്. നാളെയും, അതായത് ഓഗസ്റ്റ് 5 സംസ്ഥാനത്ത് മഴ ശക്തമായി തന്നെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള 9 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയുടെ വ്യാപ്തി കുറയുന്നില്ലെന്നത് ആശ്വാസ നടപടികൾക്ക് കടുത്ത വെല്ലുവിളിയാകുന്നു. ഓഗസ്റ്റ് 6 പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നു. വരും ദിവസങ്ങളിൽ മഴ തെക്കൻ മധ്യ കേരള ജില്ലകളിൽ കേന്ദ്രീകരിക്കാനുള്ള സാധ്യതയും അധികൃതർ തള്ളിക്കളയുന്നില്ല. തുടർന്ന് ഓഗസ്റ്റ് 7 സംസ്ഥാനത്തെ മുഴുവൻ 14 ജില്ലകളിലും ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8 പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിലും നദിക്കരകളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. മലയോരങ്ങളിലേക്കുള്ള രാത്രികാല യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാനും ജില്ലാ ഭരണകൂടങ്ങൾ ഉത്തരവ് ഇട്ടിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതയുള്ള മേഖലകളിൽ ഉള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതുണ്ട്. ക്യാമ്പുകളിലേക്ക് മാറാൻ നിർദ്ദേശം ലഭിക്കുന്നവർ അതിനോട് പൂർണ്ണമായി സഹകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അഭ്യർത്ഥിച്ചു. പുഴകളിലും അരുവികളിലും ജലനിരപ്പ് അതിവേഗം ഉയരുന്നതിനാൽ തന്നെ നദികളിൽ ഇറങ്ങുന്നതും മീൻ പിടിക്കാൻ പോകുന്നതും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അപകട മേഖലകളിൽ വിനോദസഞ്ചാരത്തിന് വിലക്ക് ഏർപ്പെടുത്താനും തദ്ദേശ സ്ഥാപനങ്ങൾക്കും പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ താലൂക്ക് തലങ്ങളിൽ താലൂക്ക് കൺട്രോൾ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട്. വെള്ളപ്പൊക്കം, വെള്ളക്കെടുതി, മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായ ദുരിതാശ്വാസ ക്യാമ്പുകൾ കണ്ടെത്താൻ റവന്യൂ അധികൃതർക്ക് നിർദ്ദേശം നൽകി. ജില്ലയിലെ കനത്ത മഴയിലും പ്രളയത്തിലും ദുരിതമനുഭവിക്കുന്ന പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രളയബാധിത മേഖലകളിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തിയ അദ്ദേഹം ദുരിതബാധിതരെ നേരിൽ കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തു. ജില്ലയിലെ നദികളിൽ അടിഞ്ഞുകൂടിയ മണ്ണും എക്കലും നീക്കം ചെയ്യാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും വെള്ളം കയറിയ വീടുകളിൽ 10,000 രൂപ വീതം ധനസഹായം നൽകുമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ മധ്യകേരളത്തിൽ പെയ്തിറങ്ങിയ അതിതീവ്ര മഴയെ തുടർന്ന് പത്തനംതിട്ടയിൽ പ്രളയ സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ദുരിത സാഹചര്യം ഉയർന്നു വന്ന സമയത്ത് മുഖ്യമന്ത്രി ജില്ലയിലെത്താതെ വിരുന്നിൽ പങ്കെടുത്തുവെന്ന ആരോപണം ഉന്നയിച്ച് CPM ഉൾപ്പെടെയുള്ള പ്രതിഷേധ പാർട്ടികൾ വിമർശനം കടുപ്പിച്ചിരുന്നു. ഈ രാഷ്ട്രീയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ പത്തനംതിട്ട സന്ദർശനം. CPM ജില്ലാ കമ്മിറ്റി പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തനിക്ക് കഴിയില്ലെന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയായി അദ്ദേഹം വ്യക്തമാക്കി. ദുരന്ത വിവരം അറിഞ്ഞ് നിമിഷം മുതൽ തന്നെ വിവിധ മന്ത്രിമാരെ വിവിധ ജില്ലകളിലേക്ക് ചുമതലപ്പെടുത്തി അയച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജില്ലയിലെ നദികളിലെ മണ്ണ് നീക്കം ചെയ്യുന്ന കാര്യത്തിൽ അടിയന്തര തീരുമാനമുണ്ടാകും. അടുത്ത പ്രളയം വരെ കാത്തുനിൽക്കാതെ ഈ നടപടികൾ ഉടൻ പൂർത്തിയാക്കും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ചതും സ്ഥിരവുമായ ദുരന്ത നിവാരണ സംവിധാനം പത്തനംതിട്ട ജില്ലയിൽ നടപ്പിലാക്കുമെന്നും അതിന്റെ ആദ്യ പ്രൊജക്ട് പത്തനംതിട്ടയിലായിരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കും. ഇതുണ്ടായ അപ്പോൾ മുതൽ ഈ ജില്ലയുടെ ചാർജ് കൂടിയുള്ള മന്ത്രി ശ്രീ PC വിശ്വനാഥിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. MLA-മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഇവിടെ 133 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 6400-ലധികം പേരുണ്ട് ക്യാമ്പിലുണ്ട്. തിരുവല്ല ഭാഗത്താണ് ഇപ്പോൾ കൂടുതൽ ക്യാമ്പുകൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ വെള്ളം ഇറങ്ങാതിരിക്കുന്ന പ്രശ്നം അവിടെയാണ്. ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ വിലയിരുത്തി സംസ്ഥാന സർക്കാർ പൂർണ്ണമായ അധികാരം ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ട്. എത്ര രൂപ വേണമെങ്കിലും ചെലവാക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ക്യാമ്പിലെ ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ശുചിയായ രീതിയിൽ ഭക്ഷണം കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്.
അത് ചെയ്തു വരുന്നുണ്ട് ഭംഗിയായിട്ട്. ആവശ്യമായ ടോയ്ലറ്റ് സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബയോ ടോയ്ലറ്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ലൈറ്റ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ പ്രത്യേകമായ സുരക്ഷാ സംവിധാനം എല്ലാ ക്യാമ്പുകളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിഞ്ഞു കഴിയുമ്പോൾ തിരിച്ച് വീടുകളിലേക്ക് പോകുന്നവർക്ക് വെള്ളം കയറിയ വീടുകൾക്ക് 10,000 രൂപ ധനസഹായമായിട്ട് അത് നൽകും. തീർച്ചയായിട്ടും ഇത് ഒരു പത്തനംതിട്ട ജില്ലയിൽ ഈ പ്രതിഭാസം വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ 2018-ലെയും 19-ലെയും വലിയ പ്രളയത്തിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ, അതിന് ശേഷമുള്ള ഒരു നടപടിക്രമങ്ങൾ സ്വീകരിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. പമ്പ ഉൾപ്പെടെയുള്ള നദികളിലെല്ലാം അന്ന് വന്നടിഞ്ഞ മണ്ണും ഓരോ പ്രളയത്തിലും വന്നടിയുന്ന മണ്ണും നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വെള്ളത്തിനും ക്യാരി ചെയ്യാനുള്ള, വെള്ളം പോകാനുള്ള സ്ഥലം വളരെ കുറവാണ്. അപ്പോൾ ഈ മണ്ണ് പെട്ടെന്ന് നീക്കം ചെയ്താൽ മാത്രമാണ്. ഇതിപ്പോൾ ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം പൊങ്ങുന്ന സ്ഥലമായി പല പ്രദേശവും മാറിയിരിക്കുകയാണ്. അപ്പോൾ പുഴയുടെ ആഴം കുറഞ്ഞിരിക്കുകയാണ്. അത് മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ അടിയന്തരമായി തന്നെ സ്വീകരിക്കും. ഇവിടെ മാത്രമല്ല, സംസ്ഥാനത്ത് ഉടനീളം സ്വീകരിക്കും. അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും മുൻഗണനയും പത്തനംതിട്ട ജില്ലയിൽ കൊടുക്കും. അതുപോലെ കാലാവസ്ഥ പ്രവചനവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള സംവിധാനങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനുള്ള തീരുമാനം നമ്മൾ ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് സിസ്റ്റം ഉണ്ടാവും. അതും ഏറ്റവും ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ നടപ്പാക്കാനുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കൂടുതൽ റെയിൻ ഗേജ് സ്റ്റേഷനുകൾ, അത് മാനുവലായിട്ടല്ലാത്തതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൊണ്ടുകൂടി ഈ രംഗത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന നല്ല ഏജൻസികളെ കൂടി, നല്ല ഏജൻസികൾ, ഇപ്പോൾ കൊച്ചി സർവകലാശാല ഉൾപ്പെടെയുള്ള ഹ്യൂം സെൻറ്റർ ഉൾപ്പെടെയുള്ള നല്ല ഏജൻസികളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഫലപ്രദമായ ഒരു ക്ലൈമറ്റ് പ്രഡിക്ഷൻ, കാലാവസ്ഥ നേരത്തെ തന്നെ അത് അറിഞ്ഞ് അപ്പോൾ ആ പ്രവചനത്തിൻ്റെ അത് വ്യാഖ്യാനിച്ച് കൃത്യമായിട്ടുള്ളൊരു വാർണിംഗ് സിസ്റ്റം, മുന്നറിയിപ്പ് സംവിധാനം ഏറ്റവും ഫലപ്രദമായ രീതിയിലുണ്ടാകാൻ നോക്കും. പക്ഷേ ഇവിടെ ഞങ്ങൾ ഇന്നലെ വിശദീകരിച്ചതുപോലെ ഇപ്പോൾ ഉള്ള പ്രശ്നം, ഞങ്ങൾ ഈ മൺസൂണിന് മുമ്പ് തന്നെ സംസാരിച്ചാൽ ഈ അതിതീവ്ര മഴയും അതുപോലെ ക്ലൗഡ് ബേഴ്സ്റ്റും ഉണ്ടാകുന്നു. റഡാറിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ മാറ്റുന്നതിനുള്ള സമയം കിട്ടുന്നില്ല. അത്ര ചെറിയ ഗ്യാപ്പിൽ ഇത്രയും വലിയ മഴ പെയ്യാണ്. 200 മില്ലിക്ക് മീതെ മഴ പെയ്താൽ തന്നെ അതിതീവ്ര മഴയാണ്. ഇവിടെ പല സ്ഥലത്തും 340 ആണ് വടശ്ശേരിക്കരയിലേത്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഈ 200-ന് മീതെ അതിതീവ്ര മഴ വളരെ കുറഞ്ഞ സമയം ഉണ്ടായിരിക്കുകയാണ്. പിന്നെ വെള്ളം പൊങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം വനത്തിന് അകത്തുണ്ടായ ലാൻഡ് സ്ലൈഡുകളും ലാൻഡ് സ്ലിപ്പുകളുമാണ്. ധാരാളം ലാൻഡ് സ്ലൈഡും ലാൻഡ് സ്ലിപ്പും വനത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ ഭാഗ്യം കൊണ്ടാണ് വലിയ ഈ അധികം മരണങ്ങളോ അങ്ങനത്തെ വലിയ അപകടങ്ങളോ ഉണ്ടാകാതെ പോയതൊരു ഭാഗ്യത്തിൻ്റെ ഒരു ഘടകം കൂടി യഥാർത്ഥത്തിലുണ്ട്. അപ്പോൾ വനത്തിന് അകത്തു നിന്നും ആ പൊട്ടിയൊലിച്ച് വന്ന വെള്ളമാണ്. വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്, ചെറിയ ചെറിയ ലാൻഡ് സ്ലിപ്പുകൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലാത്ത സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി പരിശോധിച്ചുള്ളൊരു ഫലപ്രദമായ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫലപ്രദമായ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് സിസ്റ്റം കേരളത്തിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കും. അതിൽ പത്തനംതിട്ട ജില്ലയ്ക്ക് പൂർണ്ണമായ മുൻഗണന നൽകും.